സ്ത്രീ സുരക്ഷാ പെൻഷൻ കേരളത്തിൽ നിർത്തലാക്കുക വഴി ഗുണഭോക്താക്കളായി അപേക്ഷ സമർപ്പിച്ച 16 ലക്ഷത്തോളം സ്ത്രീകളോടുള്ള വെല്ലുവിളിയാണ് UDF സർക്കാർ ചെയ്തതെന്ന് കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോൾ. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടർന്ന് നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കും വരെ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ES ബിജിമോൾ വ്യക്തമാക്കി. സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് പൊതുസമൂഹം കൊടുക്കുന്ന ഒരു അംഗീകാരം എന്നുള്ള നിലയിലാണ് ഈ വീട്ടമ്മമാരുടെ പെൻഷനെ കാണുന്നത്. അപ്പൊ ആ ഒരു പരിഗണന, അങ്ങനെ അത്തരം ഒരു സ്ത്രീ പരിഗണന ഈ ഗവൺമെന്റ് ഇല്ല, അല്ലെ അത് നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുക വഴി സ്ത്രീപക്ഷ ഗവൺമെന്റ് ആണ് എന്ന് അവകാശപ്പെടുകയും സ്ത്രീകൾക്ക് അനുകൂലമായി ഒരു ഗവൺമെന്റ് നടപ്പിലാക്കിയ അതിന് മുഖ്യമന്ത്രി പറഞ്ഞ ന്യായങ്ങളോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. ലാസ്റ്റാണ് നടപ്പിലാക്കിയത്. പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് ആദ്യം നടപ്പിലാക്കാതിരുന്നത്? ആദ്യം നടപ്പിലാക്കിയോ രണ്ടാമത് നടപ്പിലാക്കിയോ എപ്പോ നടപ്പിലാക്കി എന്നുള്ളതല്ല, പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു വലിയ അംഗീകാരം, അമ്മ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് അമ്മ ഒരു ജോലിയും ഇല്ലാതെ വീട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് അമ്മയുടെ ജോലിക്കൊരു മൂല്യം സുപ്രീം കോടതി അടക്കം തീരുമാനിച്ചൊരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് ആ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഒരു പ്രാധാന്യം വളരെ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വെല്ലുവിളിയോടുകൂടിയുള്ള ഒരു സമീപനം നിയമസഭയ്ക്കകത്തുണ്ടായത് ഏറെ ഖേദകരമാണ്. ഒട്ടനവധി ആക്ഷേപകരമായ കാര്യങ്ങളും അതിനോടനുബന്ധമായി പറഞ്ഞു. ഇതിന് അപേക്ഷ സ്വീകരിച്ച നടപടി ശരിയല്ല. അപേക്ഷ സ്വീകരിച്ച നടപടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഗവൺമെന്റിന്റെ മുമ്പിൽ ഒട്ടനവധി സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഗവൺമെന്റിന് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. അപ്പൊ സ്വാഭാവികമായി അത്തരം കാര്യങ്ങൾക്കൊന്നും തയ്യാറാകാതെ ഇപ്പം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ആളുകളുടെ പേരിൽ യാതൊരുവിധ തീരുമാനവും എടുക്കാതെ 16 ലക്ഷത്തിലധികം ആളുകൾ അവർ അർഹരല്ല എന്ന് ഒറ്റ വാക്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആ പദ്ധതി സ്ത്രീ സുരക്ഷാ പെൻഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പെൻഷൻ ഇല്ലാത്ത, ഗ്രാറ്റുവിറ്റി ഇല്ലാത്ത, ചെയ്യുന്ന ജോലിക്ക് ക്ലിപ്തമായ സമയമില്ലാത്ത, അങ്ങനെ എല്ലാത്തരം ജോലി ചെയ്യേണ്ടി വരികയും ഒരു ജോലിക്ക് ഒരു അംഗീകാരവും ഒരുവിധ വേതനത്തിനും അർഹതയില്ലാതെ നിരാലംബരായി നിൽക്കുന്ന സ്ത്രീകൾക്ക് നൽകിയ സ്ത്രീ സുരക്ഷാ പെൻഷനാണ് ഗവൺമെന്റ് നിർത്തലാക്കുന്നത്.